ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് അഭിപ്രേരണ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസ് 5 മാർക്കിനുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. എന്നാൽ ആവുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഞാൻ വഴിയേ തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ടോപ്പിക്ക് പഠിക്കാം. എന്താണ് അഭിപ്രേരണ അഥവാ എന്താണ് മോട്ടിവേഷൻ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പഠിച്ചു പോകാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അഭിപ്രേരണ. നമുക്ക് ഇപ്പൊ നിങ്ങൾക്കൊരു അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ ആവുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്, അല്ലേ? അങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ നിങ്ങളുടെ പിന്നിലുള്ള ഒരു തോന്നലുണ്ടല്ലോ, ആ തോന്നലിനെയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. അപ്പൊ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ ഏത് പ്രവർത്തനത്തിന്റെയും പിന്നിലുള്ള ഊർജം എന്താണോ അതിനെ അഭിപ്രേരണ എന്ന് പറയാം. ഏത് പ്രവർത്തനത്തിന്റെയും പിന്നിലുള്ള ഊർജം. ഒരു വീട്ടമ്മയാണെങ്കിൽ ഇന്നൊരു ദിവസം സ്പെഷ്യലായി എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിക്കുക. ഒരു ബിരിയാണി ആവട്ടെ, അല്ലെങ്കിൽ കുട്ടികൾ വരുമ്പോഴേക്കും ഒരു സേമിയ പായസം ഉണ്ടാക്കാം എന്ന് വിചാരം തോന്നുകയാണ്. ഓക്കെ, അവരുടെ മനസ്സിൽ നിന്നുണ്ടാവുന്ന ഒരു തോന്നലാണത്. അപ്പോൾ അവർ അടുക്കളയിൽ കയറി നോക്കിയപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അവർ തൻ്റെ വണ്ടിയും എടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയി വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് വൃത്തിയായി ഒരു പായസം ഉണ്ടാക്കുകയാണ് തൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വരുന്നതിന് മുൻപ്. അപ്പൊ ആ തോന്നലുണ്ടല്ലോ, ആ തോന്നലിനെയാണ് പ്രേരണ അഥവാ അഭിപ്രേരണ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏത് പ്രവർത്തനത്തിന്റെയും, അത് പഠനമാവട്ടെ, വീട്ടുജോലിയാവട്ടെ, നമ്മൾ എടുക്കുന്ന പണിയാവട്ടെ, നമ്മൾ എക്സ്ട്രാ പണിയെടുക്കും. എന്തിനാ? എനിക്കൊരു ഐഫോൺ വാങ്ങിക്കണം, അല്ലെ എനിക്കൊരു നല്ല വാച്ച് വാങ്ങിക്കണം, എനിക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കണം, അല്ലെ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായി എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ട് എന്ന തോന്നലിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന കുറേയേറെ പ്രവർത്തികളുണ്ട്. ആ പ്രവർത്തികൾ ചെയ്യാൻ നമ്മൾക്കുള്ള ഊർജത്തിനെയാണ് പ്രേരണ അഥവാ അഭിപ്രേരണ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ വേർഡ് മോട്ടിവേഷൻ എന്ന് പറയാം. മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന പദം ഉണ്ടായത്. മോട്ടം എന്ന ലാറ്റിൻ പദം ചാപ്റ്ററിലുണ്ട്, മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന പദം രൂപം കൊള്ളുന്നത്. ജീവിയിൽ ചലനമുണ്ടാക്കുന്ന പ്രക്രിയ എന്നാണ് മോട്ടം എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. ജീവിയിൽ ചലനമുണ്ടാക്കുക, എന്നെ പ്രേരിപ്പിക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ പിന്നിലുള്ള ഊർജം, എൻ്റെ പ്രേരണ, അതിനെയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ജീവിയെ ചലിപ്പിക്കുന്ന പ്രക്രിയ എന്നർത്ഥം വരുന്ന മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന പദം രൂപം കൊള്ളുന്നത്. 2 തരം മോട്ടിവേഷൻ ഉണ്ട്. ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും. ഇൻട്രൻസിക് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നീ 2 തരം മോട്ടിവേഷൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നേടാനുള്ള അഭിപ്രേരണ, അതൊരു സിദ്ധാന്തമാണ്. അച്ചീവ്മെന്റ് മോട്ടീവ് എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ്. അതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഭിപ്രേരണ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നിലുള്ള ശക്തി പകരുന്ന ഊർജത്തിനെ അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്ന് പറയാം. ഏത് പ്രവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിലും, ഒരു പരീക്ഷ എഴുതി പാസ്സാവണം, ഒരു ആളുടെ ഒരു വസ്തു കട്ടെടുക്കണം, എന്ത് തോന്നലാണെങ്കിലും അതിന്റെ പിന്നിലുള്ള ഊർജമാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ഗിൽഫോർഡിന്റെ അഭിപ്രായത്തിൽ പ്രേരണ എന്ന് പറയുന്നത്, ഗിൽഫോർഡ് എന്ന് പറയുന്നത് ഒരു മനഃശാസ്ത്രജ്ഞനാണ് കേട്ടോ, JP ഗിൽഫോർഡ്. അദ്ദേഹം ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ ആവിഷ്കരിച്ച വ്യക്തിയാണ്. അദ്ദേഹം അഭിപ്രേരണയ്ക്ക് ഒരു നിർവചനം നൽകിയിരിക്കുന്നത്, പ്രേരണ എന്ന് പറയുന്നത് പ്രവർത്തനം തുടങ്ങാൻ, നിലനിർത്താൻ, തുടർന്ന് ചെയ്യാൻ വ്യക്തിയെ സഹായിക്കുന്ന ആന്തരിക ഘടകമോ സാഹചര്യമോ ആണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമോ അവസ്ഥയോ ആണെന്നാണ് ഗിൽഫോർഡ് അഭിപ്രായപ്പെടുന്നത്. അതായത് ഒരു പ്രവർത്തനം തുടങ്ങണം. നിങ്ങളിപ്പം APOയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുകയാണ്. ആ പഠനം നിലനിർത്തണം, തുടർന്ന് ചെയ്യണം. പരീക്ഷ വരേക്കും തുടർന്ന് പഠിക്കാൻ തുടങ്ങിയത് കൊണ്ട് റാങ്ക് ലിസ്റ്റിലോ ജോലിയോ കിട്ടത്തില്ല. പഠിച്ചു തുടങ്ങണം, പഠനത്തിനെ നിലനിർത്തണം, പഠനത്തിനെ തുടർന്ന് ചെയ്യാൻ വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ആന്തരിക ഘടകമാണ് അഭിപ്രേരണ എന്ന് ഗിൽഫോർഡ് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയിൽ ഒരു പ്രവർത്തനം തുടങ്ങാൻ, അത് നിലനിർത്താൻ, അത് തുടർന്ന് ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ ഉള്ളിലെ ഒരു ഘടകം, അതിനെയാണ് അഭിപ്രേരണ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പ്രവർത്തനം തുടങ്ങാനും അത് ഊർജിതമായി തുടർന്ന് ചെയ്യാനുമുള്ള എല്ലാ ആന്തരിക സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നാണ്. അപ്പൊ എന്നിലുള്ള ഒരു പ്രവർത്തനം തുടങ്ങി വയ്ക്കാനും അത് തുടർന്ന് ചെയ്യാനുമുള്ള എന്നിലുള്ള എല്ലാ ആന്തരിക സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എന്നിലെ അഭിപ്രേരണ എന്ന് കാണാനായിട്ട് സാധിക്കും. സെറ്റാണെന്ന് വിചാരിക്കുന്നു.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു പ്രവർത്തനം തുടങ്ങാൻ, അത് നിലനിർത്താൻ, അത് തുടർന്ന് ചെയ്യാൻ എന്നെ സഹായിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഉള്ളിലെ ആന്തരിക അവസ്ഥയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോകാം. ഓക്കെ, മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന പദം രൂപം കൊണ്ടത്. ജീവിയിൽ ചലനമുണ്ടാക്കുന്ന പ്രക്രിയ എന്നാണ് മോട്ടം എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന പദം രൂപം കൊള്ളുന്നത്. ജീവിയിൽ ചലനമുണ്ടാക്കുന്ന പ്രക്രിയ എന്നതാണ് മോട്ടം എന്ന വാക്കിന്റെ അർത്ഥം. അഭിപ്രേരണ എന്ന് പറയുന്നത് ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് ജീവിയിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. APയുടെ എക്സാം എനിക്ക് എഴുതിയെടുക്കണം ഒരാവശ്യം. ആ ആവശ്യമാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. എന്തിന്? പഠിക്കാനായിട്ട്. ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് ജീവിയിൽ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് ജീവിയിൽ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയാണ് അഭിപ്രേരണ. APO എന്ന പരീക്ഷ നേടാൻ വേണ്ടി നമ്മൾ ഇരുന്ന് പഠിക്കുന്നു, ആവശ്യം നേടാൻ വേണ്ടി പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു, പഠിക്കുന്നു. ആ അവസ്ഥയാണ് അഭിപ്രേരണ. അതിനുള്ള ആന്തരിക സാഹചര്യമാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന പദം രൂപം കൊള്ളുന്നത്. ജീവിയിൽ ചലനം ഉണ്ടാക്കുന്ന പ്രക്രിയ, ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് ജീവിയിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് അഭിപ്രേരണ. ഈ ആവശ്യം ജീവിയെ ചലിപ്പിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു, ആവശ്യ സാക്ഷാത്കാരം നേടിയെടുക്കാൻ സഹായിക്കുന്നു. അപ്പം ഈ APO എന്ന റാങ്ക് ലിസ്റ്റിലേക്ക്, APO എന്ന ജോലി നേടാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഉള്ളിലെ അഭിപ്രേരണയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ആവശ്യം ജീവിയെ ചലിപ്പിക്കുകയും ആവശ്യ സാക്ഷാത്കാരം സാധ്യമാകുന്നതിന് സഹായകമായ ലക്ഷ്യത്തിലേക്ക് ജീവിയുടെ പ്രവർത്തനങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു എയിം, ഒരു ഗോൾ ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഗോൾ ആണെന്ന് വിചാരിക്കാം. ഈ ഗോളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്കിവിടെ ഒരു നീഡ് ആവശ്യമാണ്. ഒരു നീഡ്. ഈ നീഡുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കല്ലും മണ്ണും മുള്ളും എല്ലാം ഉണ്ട്. ഈ ഓരോ ഒബ്സ്റ്റക്കിൾസും നേരിട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഗോളിലേക്ക് അച്ചീവ് ചെയ്യുക. അപ്പം ഇതെല്ലാം നമ്മൾ നേരിടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇതാണ് നമ്മുടെ പ്രവർത്തന മണ്ഡലം. ഈ പ്രവർത്തന മണ്ഡലം ഇത്ര സ്ട്രഗിൾ ആണ്, എന്നാലും നമ്മൾ അത് മുന്നോട്ട് പോകുമ്പോൾ ഗോളിലേക്ക് എത്തിച്ചേരും. ആവശ്യം, അതായത് ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ജീവിയിൽ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയാണ് അഭിപ്രേരണ. ഈ ആവശ്യം ജീവിയെ ചലിപ്പിക്കുകയും ആവശ്യ സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ സഹായകമായ എല്ലാ പ്രവർത്തനങ്ങളെ നയിക്കുകയും ജീവിയുടെ പ്രവർത്തനങ്ങളെ ഇവിടെ നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവർ ഗോൾ, നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അഭിപ്രേരണ ചക്രം അഥവാ മോട്ടിവേഷൻ സൈക്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അഭിപ്രേരണ ചക്രത്തിൽ ആദ്യം നമുക്കുണ്ടാകുന്നത് ഒരാവശ്യമാണ്. അതായത് എന്താവശ്യമാണ്? പ്രേരണയോട് കൂടിയ ആവശ്യം. ഇങ്ങനെ പറഞ്ഞാലും ഏറ്റവും ആദ്യത്തെ ആവശ്യമാണ്, രണ്ടാമത്തേതാണ് പ്രേരണ. ഓക്കെ, ഈ പ്രേരണ നമ്മളെ സംഘർഷത്തിലേക്ക് നയിക്കുകയാണ്. സംഘർഷം. ഇപ്പൊ ഞാനിവിടെ ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഇവിടെ നമുക്ക് ആദ്യം ഒരാവശ്യം ഉണ്ടാകുന്നു. ഈ ആവശ്യം നമുക്കൊരു പ്രേരണയോട് കൂടിയ ഒരാവശ്യം, പ്രേരണ, മോട്ടീവ് ആണ്. ഇത് നമ്മളെ സംഘർഷത്തിലേക്ക് നയിക്കുന്നു. ഈ സംഘർഷം നമ്മളെ പ്രവർത്തനത്തിലേക്ക് ലീഡ് ചെയ്യിക്കുന്നു. ഈ പ്രവർത്തനം നമ്മളെ സംതൃപ്തിയിൽ എത്തിച്ചേർക്കുന്നു എന്ന് കാണാം. അതായത് ജോലി കിട്ടണം എന്നൊരാഗ്രഹം, എനിക്കൊരു APO, എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം, ഒരു പ്രേരണയോട് കൂടി ഒരു ആവശ്യം നമ്മളിൽ ഉണ്ടാകുന്നു. ഈ ആവശ്യവുമായി നമ്മൾ വന്ന് ജോയിൻ ചെയ്തു, ഒരു സെന്ററിൽ നമ്മൾ വന്ന് ജോയിൻ ചെയ്തു. അധ്യാപകൻ, നമ്മൾ ക്ലാസ്സിൽ കയറി, അധ്യാപകൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മറ്റു കുട്ടികളെല്ലാം സാർ ഞാൻ പറയാം എന്ന് ഉത്തരം പറയുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സംഘർഷം എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ സംഘർഷത്തിൽ നിന്ന് മനുഷ്യന്റെ പ്രത്യേകത എന്താ? സംഘർഷങ്ങളെ മനസ്സിലിട്ടുകൊണ്ടിരിക്കത്തില്ല, സംഘർഷങ്ങളെ ലഘൂകരിക്കാനായി ശ്രമിക്കും, അല്ലെ? അപ്പൊ സംഘർഷങ്ങളെ നമ്മൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്? പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ആ പ്രവർത്തനം നമ്മളെ സംതൃപ്തിയിലേക്ക് നയിക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, ആദ്യം പ്രേരണയോട് കൂടി ഒരു ആവശ്യം ഉണ്ടാകുന്നു, സംഘർഷത്തിലേക്ക് നയിക്കുന്നു,
പ്രവർത്തനത്തിൽ എത്തിച്ചേർത്തുന്നോ ആ പ്രവർത്തനം നമ്മളെ സംതൃപ്തിയിലേക്ക് എത്തിക്കുന്നു എന്ന് കാണാൻ. ഇതാണ് അഭിപ്രേരണാ ചക്രം. ഈ അഭിപ്രേരണാ ചക്രം പൂർത്തിയാകുമ്പോൾ സമ്മാനം അഥവാ പ്രബലനം ലഭിക്കും. എന്തിനാ? വീണ്ടും ആ പ്രവർത്തികൾ ആവർത്തിച്ച് ചെയ്യുന്നതിന് വേണ്ടി എന്നുള്ള രീതിയിൽ നമുക്ക് സമ്മാനങ്ങൾ ലഭിക്കും. അതായത് നമ്മൾ ഇത്രയും ഓർത്താൽ മതി, നമ്മളൊരു പോലീസുകാരനായി ആ പോലീസുകാരനാകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എന്താ പഠിച്ച് പുതിയ ഉയരങ്ങളിലേക്ക് കയറി പോകുന്നതിന് വേണ്ടി നമുക്ക് ബോണസ് എന്നുള്ള രീതിയിൽ റാങ്കുകളും നിങ്ങളുടെ ഇവിടെ സ്റ്റാറുകളും ഒക്കെ കൂടാറുണ്ട് അല്ലെ. അതെന്താണ്? നിങ്ങൾക്കൊരു ബോണസ് ആണ്, ഒരു പ്രേരണയാണ്, സമ്മാനമാണ്. എന്തിനാ? വീണ്ടും വീണ്ടും പ്രവർത്തനങ്ങൾ ചെയ്യാനും മെഡലുകളുടെ എണ്ണം കൂട്ടാനും അല്ലെങ്കിൽ പുതിയ റാങ്കിലും പുതിയ പൊസിഷനിലേക്കൊക്കെ കയറി ചെല്ലാനുള്ള നിങ്ങൾക്കുള്ളൊരു പ്രേരണയാണ് ആ അത്തരം മെഡലുകൾ എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ പ്രേരണ. കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മാനം, നമ്മൾ ജോലിക്കാർക്ക് ടീച്ചേഴ്സിന് നൽകുന്ന ബോണസുകൾ, സമ്മാനം, അവർക്ക് നൽകുന്ന കുട്ടികൾ നൽകുന്ന സമ്മാനങ്ങൾ, അവരുടേതായ നല്ല വാക്കുകൾ, ഇതൊക്കെ നമുക്ക് അഭിപ്രേരണകളാണ് അല്ലെ. വീണ്ടും വീണ്ടും പ്രവർത്തനങ്ങൾ തുടർന്ന് ചെയ്യുക. എല്ലാ ജോലിക്കും ഈ സമ്മാനം, പ്രവർത്തനം പൂർത്തിയാകുമ്പോൾ സമ്മാനം എന്ന് പറയുന്ന ഒരു ഘടകം നൽകാറുണ്ട്. എന്തിനു വേണ്ടിയാ? വീണ്ടും ആ പ്രവൃത്തി തുടർന്ന് ചെയ്യാനും പുതിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള ഇതാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി തുടക്കത്തിൽ ആ ഒരു നമ്മൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുക. അഭിപ്രേരണാ ചക്രത്തിന്റെ തുടക്കത്തിൽ പ്രേരണ ജനിപ്പിക്കുന്ന ഒരു ആവശ്യം ഉണ്ടാക്കുന്നു. ഈ ആവശ്യം പിരിമുറുക്കമുണ്ടാകുകയും പ്രേരണ പിരിമുറുക്കമുണ്ടാകുകയും അതിന്റെ ലഘൂകരണത്തിനായി പ്രയത്നിക്കാൻ ജീവിയിൽ അഭിപ്രേരണ വളർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ആ ജീവിയുടെ പ്രവൃത്തി, അയാൾ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു, ആ പ്രവർത്തനം സംതൃപ്തിയിൽ എത്തിച്ചേരുന്നു, ലക്ഷ്യോന്മുഖമാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അന്തിമഘട്ടത്തിൽ ജീവി ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ അയാൾക്ക് ആവശ്യം തൃപ്തമാവുകയാണ്. അന്തിമഘട്ടം സംതൃപ്തിയല്ലേ, അപ്പൊ ആവശ്യം തൃപ്തമാവുകയും പ്രേരണയുടെ ശക്തി അവസാനിക്കുകയും ചെയ്യുന്നു. കാരണം ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രേരണയുടെ ശക്തി അവസാനിച്ചു. അപ്പൊ അങ്ങനെ എത്തിക്കഴിയുമ്പോൾ അതിനുടനടി സമ്മാനം അഥവാ പ്രബലനം ലഭിക്കണം. അതായത് വീണ്ടും ആ പ്രവൃത്തി തുടർന്ന് ചെയ്യാന് പ്രേരിതരാകുന്നു. അഭിപ്രേരണാ ചക്രത്തിലെ ഉത്തേജക ബലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സമ്മാനം അഥവാ പ്രേരകം. ഇൻസെന്റീവ് എന്ന സംജ്ഞയാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് ഞാൻ ആ പറഞ്ഞത് എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പ്രധാനമായിട്ടും രണ്ട് തരം അഭിപ്രേരണയാണുള്ളത്. ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും. ഇൻട്രൻസിക് മോട്ടീവ് ആൻഡ് എക്സ്ട്രൻസിക്, ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത്? ആന്തരിക അഭിപ്രേരണയെ നൈസർഗിക അഭിപ്രേരണ എന്നാണ് വിളിക്കുന്നത്. ഇനേറ്റീവ് എന്ന് വിളിക്കാം. കാരണം ജന്മനാൽ ഒരു വ്യക്തിയുടെ ഒപ്പം ഉണ്ടാകുന്നതാണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത്. ജന്മനാൽ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന അഭിപ്രേരണയുടെ തലമാണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നു. അപ്പൊ ഒരു വ്യക്തിയുടെ നൈസർഗിക വാസനകൾ, ത്വരകൾ, പ്രേരണകൾ എന്നിവയോട് ചേർന്ന് നിൽക്കുന്നവയാണ്. ഒരു വ്യക്തിയുടെ നൈസർഗിക വാസനകൾ, പ്രേരണകൾ, ത്വരകൾ എന്നിവയോട് ചേർന്ന് നിൽക്കുന്ന, എന്നിവയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് ഏത്? ഈ ആന്തരിക അഭിപ്രേരണ. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു നൈസർഗികമാണ്. അയാളുടെ ഉള്ളിൽ നിന്നുള്ള, അയാൾക്ക് ചെയ്യാൻ വേറൊരു പ്രേരണയും വേണ്ട, അയാളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ സംഭവങ്ങളെല്ലാം അയാളെ പ്രേരിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇനി എന്താണ് ആന്തരിക അഭിപ്രേരണ ഉള്ള ഒരു വ്യക്തി ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് പ്രകൃതി അയാൾക്ക് അതിനോട് തൽപരനായതുകൊണ്ടാ, പ്രകൃതി അയാൾക്ക് അതിനോട് ഇഷ്ടമുള്ളത് കൊണ്ട്, അത് ആരുടെ പ്രേരണ കൊണ്ടല്ല, അയാളിലുള്ള ഇനേറ്റ് ആണ്, അയാളിലുള്ള ഇനേറ്റ് കേപ്പബിലിറ്റി ആണ്. സോ അയാൾ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അതിനോടുള്ള താല്പര്യം കൊണ്ടാണ് എന്ന് പറയാം. പരപ്രേരണ കൂടാതെ, ആന്തരിക അഭിപ്രേരണ ഉള്ള വ്യക്തിക്ക് പരപ്രേരണ കൂടാതെ എന്ത് ചെയ്യാം? പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പരപ്രേരണ കൂടാതെ എന്താണ് പ്രവർത്തനത്തിൽ ഏർപ്പെടാനും അത് പ്രവർത്തനത്തിന്റെ ഒടുക്കം വരെ നിലനിർത്താനും സാധിക്കും. ആന്തരിക അഭിപ്രേരണയുണ്ടെങ്കിൽ ഒരു പ്രവർത്തനം ഏർപ്പെടാനും അത് അവസാനം വരെ തുടർന്ന് നിലനിർത്തി പോകാനും സാധിക്കുമെന്നാണ് പറയുന്നത്. ബാഹ്യ അഭിപ്രേരണ എന്നാൽ വ്യക്തിക്കും പ്രവർത്തനത്തിനും ഇടയിലാണ്. വ്യക്തിക്കും പ്രവർത്തനത്തിനും, അതായത് ഈ പ്രവർത്തനം ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? മനസ്സിലാവുന്നുണ്ടോ? ആന്തരികവും ബാഹ്യവും നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഓക്കെ, ആന്തരിക അഭിപ്രേരണ നമ്മുടെ ഉള്ളിൽ നിന്നും, ബാഹ്യ അഭിപ്രേരണ ഒരാൾ നമുക്ക് തരുന്നതുമല്ല. ആന്തരികവും ബാഹ്യവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. മനസ്സിലായോ? ആന്തരികം എന്നാൽ നമുക്ക് ജന്മനാൽ ഉള്ളതാണ്. ബാഹ്യം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു പ്രവൃത്തി ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ആ പ്രവൃത്തി, ഇപ്പൊ എനിക്ക് ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി മൂപ്പര് എന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്തു.
അത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. മനസ്സിലായി? ആ പ്രവർത്തനം കൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ട്? അത് ആ വ്യക്തിയോടുള്ള സ്നേഹത്തിന്റെ പുറത്തല്ല, പകരം ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ട് എന്ന് ചിന്തിക്കുന്നു. അധ്യാപകൻ നോട്ട് എഴുതാൻ പറയുമ്പോൾ ആ നോട്ട് എഴുതുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ഗുണം? നിങ്ങളോട് രാവിലെ എക്സസൈസ് ചെയ്യാൻ പറയുമ്പോൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ഗുണം? അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രവർത്തന ഘട്ടമുണ്ടല്ലോ, അതിനെയാണ് ബാഹ്യ അഭിപ്രേരണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെ സംതൃപ്തിയുടെ ഉറവിടം പ്രവർത്തനമല്ല, പ്രവർത്തി ചെയ്യുന്നത് കൊണ്ട്. ഇപ്പം മൂപ്പർ എന്നോട് ഒരു കാര്യം ചെയ്തു കൊടുക്കാമോ എന്ന് ചോദിച്ചു, ഞാനത് ചെയ്തു കൊടുക്കുമ്പോൾ ഞാനൊരു സമ്മാനം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് പ്രവർത്തനത്തിലല്ല ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്, പകരം ഞാൻ ആ പ്രവൃത്തി ചെയ്തു കൊടുക്കുമ്പോൾ അദ്ദേഹം എനിക്ക് തരുന്നത് പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് ആയിട്ടായിരിക്കാം തരുന്നത്, അല്ലെങ്കിൽ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ ആയിരിക്കാം തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ലാഭേച്ഛ, അതിനെയാണ് ബാഹ്യ അഭിപ്രേരണ. അതായത് ഇവിടെ സമ്മാനം, പ്രശംസ എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ബാഹ്യ അഭിപ്രേരണ എന്ന് പറയാം. ആന്തരിക അഭിപ്രേരണയിൽ പ്രവർത്തനത്തിനാണ്. അതായത് ഞാനൊരു സാമ്പാർ വയ്ക്കുന്നു, ഞാനൊരു പായസം വയ്ക്കുന്നെങ്കിൽ ആ പായസം ഞാൻ ഉണ്ടാക്കുന്ന ലയിച്ച് പാട്ടൊക്കെ കേട്ട് നല്ല മനോഹരമായിട്ട് അതിനകത്ത് ഒരു കുറവുകളും വരുത്താതെ ഞാൻ ആ പ്രവർത്തനത്തിനാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത്. അത് സെർവ് ചെയ്യുമ്പോൾ എൻ്റെ കുട്ടികൾ ഹായ് അമ്മ അടിപൊളി എന്ന് പറയണം. എൻ്റെ മൂപ്പര് നന്നായിട്ടുണ്ട്, നന്നായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അതാ ആന്തരിക അഭിപ്രേരണയിൽ പ്രവർത്തനത്തിനാണ്. നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യുമ്പോൾ, നമ്മളിപ്പോ ഒരു ജോലി എടുക്കുമ്പോൾ, ഒരു ഗവൺമെന്റ് സ്റ്റാഫ് ആകുമ്പോൾ പ്രവർത്തനത്തിന് പ്രാധാന്യമുണ്ട്, സാലറിക്കും. അത് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള രണ്ട് ഘടകങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഈ പഠിക്കുന്നത് എന്തിനാ? ബാഹ്യ ജോലി കിട്ടാൻ വേണ്ടിയാണ്. പുതിയ സിനിമകളൊക്കെ കണ്ട് കൂട്ടുകാരുടെ കൂടെയൊക്കെ നടന്ന് കിടന്നുറങ്ങി നന്നായിട്ട് പോകാവുന്നതാണ്. പക്ഷെ അതൊക്കെ ഒഴിവാക്കി പഠിക്കാനിരിക്കുകയാണ് ബാഹ്യ അഭിപ്രേരണ. എന്തിനാ? സമ്മാനം വേണം, എന്തായിട്ട്? ജോലിയായിട്ട് APOയിൽ കയറണം. അതിനുള്ള ലക്ഷ്യത്തിനു വേണ്ടി പഠിക്കും. അതിനെ ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നു. മനസ്സിലാക്കാൻ വേണ്ടിയാ വലിച്ചു നീട്ടിയത്, ഒന്നും വിചാരിക്കരുത്. ആന്തരിക അഭിപ്രേരണയിൽ സ്വാഭാവികമായ ആവേശവും ഉത്തേജനവും അന്തർഭവിച്ചിട്ടുണ്ട്. അത് ബാഹ്യ അഭിപ്രേരണയേക്കാൾ മെച്ചം നൽകുന്ന ഒന്നാണ്, അല്ലെ? ബാഹ്യ അഭിപ്രേരണയേക്കാൾ മെച്ചപ്പെട്ട ഫലം നൽകുന്ന ഒന്നാണ്. പഠനത്തോട് അനുകൂലമായ മനോഭാവം സൃഷ്ടിക്കുന്നതിലൂടെ ആന്തരിക ഇത് പഠനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ് ഈ പോയിന്റുകൾ നിങ്ങൾ വിട്ടത്. എന്തിനോടും അനുകൂലമായ ഒരു മനോഭാവം സൃഷ്ടിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ആന്തരിക അഭിപ്രേരണ, ഇപ്പൊ ജോലിയോട് നമുക്ക് അനുകൂലമായ ഒരു അഭിപ്രേരണയാണെങ്കിൽ നമ്മളെ ആരും മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ സ്വയം പഠിച്ചു നേടും എന്നുള്ളതാണ് ഇതിൽ നിന്നും അർത്ഥമാക്കേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നേടാനുള്ള അഭിപ്രേരണ, നേടാനുള്ള അഭിപ്രേരണ, അച്ചീവ്മെന്റ് മോട്ടീവ് എന്നാണ്. നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന മക്ലെലൻഡ്, ഇതൊരു സിദ്ധാന്തമാണ്. രണ്ടു തരം അഭിപ്രേരണയുള്ളൂ, ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും. ഈ പറഞ്ഞിരിക്കുന്ന നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തമാണ്. ഇതൊരു തിയറിയാണ്, അച്ചീവ്മെന്റ് മോട്ടീവ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇത് ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന മക്ലെലൻഡ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നേടാനുള്ള അഭിപ്രേരണയുള്ള വ്യക്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അയാൾക്ക് മാനസികമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി, അതായത് മെന്റൽ ഇക്വിലിബ്രിയം എന്ന് പറയും. മാനസിക, അതായത് നമ്മൾ മനുഷ്യർക്ക് ചെറിയ സംഘർഷങ്ങളോ ചെറിയ മാനസിക അസ്വാസ്ഥ്യങ്ങളോ ഒന്നും മനസ്സിൽ ഇടുന്നത് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പാട്ട് കേൾക്കും, അല്ലെ സിനിമയ്ക്ക് പോകും, ഫ്രണ്ട്സുമായി ഔട്ടിങ്ങിന് പോകും, നമ്മൾ മറ്റു പല പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടും ആ സംഘർഷത്തിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടി, അല്ലെ? അപ്പൊ അങ്ങനെ തന്നെയാണ് നേടാനുള്ള അഭിപ്രേരണ ഉള്ള വ്യക്തി എന്താണ്? മാനസിക സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്, മക്ലെലൻഡ് പറയുന്നത്. പകരം ആ പ്രവർത്തനത്തിൽ തനതായ നേട്ടം കൈവരിക്കാനാണ്. ഇപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നു, നിങ്ങൾ കൂടുതൽ പഠിക്കുന്നത് മാനസിക സംഘർഷം കുറയ്ക്കാനല്ല, പകരം എന്താണ്? നേടാനാണ്. തന്റെ തനതായ ശൈലി വെച്ച് പഠിച്ച് ആ കഴിവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ്. ശരിയാവുന്നുണ്ടോ? അപ്പൊ നോക്കിയേ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നത് പിരിമുറുക്കം കുറയ്ക്കാനല്ല, അല്ലെങ്കിൽ മാനസികമായ കായികമായ സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരാൻ വേണ്ടിയല്ല, മറിച്ച് കൂടുതൽ നന്നാവാനും തനതായ നേട്ടങ്ങൾ കൈവരിക്കാനും ഗുണമേന്മയുടെ നിലവാരവുമായി താരതമ്യപ്പെടുത്താനും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നേട്ടം എന്ന ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാൻ. നിങ്ങൾ അധികം പഠിക്കുന്നത് ദീർഘകാല നേട്ടമാണ്, അല്ലെ? നിങ്ങൾ അധികമായി പഠിക്കുന്ന നേടാനുള്ള പ്രേരണയുള്ളത് കൊണ്ടാ. നേടണം എന്നുള്ള പ്രേരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ
മറ്റൊന്നും നിങ്ങൾക്ക് പരാജയമാകാൻ കാരണമാകില്ല എന്നാണ് പറയുന്നത്. നേടാനുള്ള അഭിപ്രേരണയുള്ള വ്യക്തി ഏർപ്പെടുന്ന ഏത് പ്രവർത്തനത്തിലും സന്തോഷം കണ്ടെത്തും, സംതൃപ്തി കണ്ടെത്തും. സംതൃപ്തി എന്ന് വെച്ചാൽ വിജയം കണ്ടെത്തും എന്നതാണ് അതിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നേടാനുള്ള അഭിപ്രേരണയുള്ള വ്യക്തി ഏർപ്പെടുന്ന ഏത് പ്രവർത്തനങ്ങളിലും സംതൃപ്തിജനകമായിരിക്കും, അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തും, അല്ലെങ്കിൽ വിജയം കൈവരിക്കുമെന്ന് മക്ലെലൻഡ്, ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന മക്ലെലൻഡ് 1951 ഈ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ഇത്രയേ ഉള്ളൂ. ഓക്കെ, സെറ്റ്. അപ്പൊ അഭിപ്രേരണ എന്നാൽ എന്ത്? 2 തരം അഭിപ്രേരണ, ഗിൽഫോർഡിന്റെ നിർവചനം, അഭിപ്രേരണ ചക്രം, ദെൻ മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് രൂപം കൊണ്ടു അതിന്റെ അർത്ഥം. 2 തരം അഭിപ്രേരണ, നേടാനുള്ള അഭിപ്രേരണ. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് അഭിപ്രേരണ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇൻ കേസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ഇടുക. ഞാൻ തീർച്ചയായിട്ടും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ചെയ്യാം. അതായത് അഭിപ്രേരണ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കണ്ണിൽ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ ഇടുവാണെങ്കിൽ അത് എനിക്കും കൂടെ ഹെൽപ്ഫുൾ ആണ്. ഞാനപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തരാം. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഇത് ഏകദേശം മനസ്സിലായി. അഭിപ്രേരണ എന്നാൽ എന്ത്? നിങ്ങൾക്ക് ഒരു ടോപ്പിക്കാണ്. ഇനി ഒരു എബ്രഹാം മാസ്ലോയുടെ എടുക്കാനുണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പഠിക്കാനുള്ള, ഉത്കണ്ഠ, മാനസിക സംഘർഷം, ഇങ്ങനെയുള്ള 1, 2, 3 ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ് ആയി തന്നെ പ്ലേലിസ്റ്റോട് കൂടി നമ്മുടെ മെയിൻ ചാനലിൽ ഉണ്ടാവും. കാണുക, ക്ലാസ് കണ്ട് മനസ്സിലായെങ്കിൽ തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തുക. ഓക്കെ ഡിയേഴ്സ്, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്നാലാവുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. 5 മാർക്കാണ് നമുക്ക് വരുന്നത്. എന്നാലാവുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും. താങ്ക് യു സോ മച്ച്.